പാലക്കാട് നഗരമധ്യത്തിൽ നടന്ന കൊലപാതകത്തിൽ ഉണ്ടായത് അതിക്രൂരമായ പീഡനമാണ്. കൊല്ലപ്പെട്ട യുവതിയുടെ ശരീരത്തിൽ 18 മുറിവുകളുണ്ട്. നെഞ്ചത്തും ചുണ്ടിലും രഹസ്യഭാഗത്തും പരിക്കുണ്ട്. യുവതിയെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എസ്പിയുടെ വാക്കുകൾ കേട്ട ശേഷം വരാം. Two witnesses also which have seen this accused dragging the victim on the roadside. And one more thing I want to add, this accused himself took the victim to the hospital in the auto, and there he lied that this victim is the wife of the accused. And so we are now already accused in custody. Now our focus will be on getting all the scientific evidences so that we can charge this case properly and we will get a conviction. പീഡന വിവരം പുറത്ത് അറിയാതിരിക്കാനാണ് 46-കാരിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴിയുള്ളത്. സുബ്ബയ്യൻ മുമ്പ് ഭാര്യ ക്രൂരമായി ആക്രമിച്ച കേസിലും പ്രതിയാണ്. പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, വലിയ രീതിയിൽ നമ്മൾ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണിത്. അതിക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷമാണ് ഈ യുവതി കൊല്ലപ്പെടുന്നത്. ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് പോലീസ് വിവിധ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിക്രൂരമായ പീഡനത്തെ അടിവരയിടുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തെല്ലാമാണ് അജിത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ? സംഗീത, തീർച്ചയായും സംഗീത സൂചിപ്പിച്ച പോലെ അല്പം മുമ്പ് നമ്മൾ ASPയുടെ വാക്ക് കേട്ടു. അദ്ദേഹം പറഞ്ഞതുൾപ്പെടെ വലിയ ഗുരുതരമായ, അതായത് 18 മുറിവുകളാണ് ശരീരത്ത് മാത്രമുള്ളത്. പല ഭാഗങ്ങളിലായാണ് ഇത്തരത്തിലുള്ള മുറിവുകളുള്ളത്. ക്രൂരമായ പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്. മാത്രമല്ല, ഈ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ടായി. അതാണ് മരണകാരണം ഉൾപ്പെടെ ആകുന്നതിന് സാഹചര്യമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചവിട്ടുകയും അതുപോലെ തന്നെ ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാരിയിൽ പൊട്ടിയത് ഇത്തരത്തിൽ ചവിട്ടിയതിലൂടെ ആണ് എന്നുൾപ്പെടെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. ഇതാണെങ്കിലും വലിയ ഗുരുതരമായ പരിക്കുകളായിരുന്നു ഈ സ്ത്രീയുടെ ശരീരത്തിൽ ആകമാനമുള്ളത്. എന്നിട്ട് ഇയാൾ തന്നെയാണ് ഒരു രക്ഷകൻ ചമഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം താൻ വഴിയിൽ ഇങ്ങനെ കണ്ടതാണ്, അതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 8 പോസ്റ്റിലുണ്ടായിരുന്ന വിജു എന്നൊരു പോലീസുകാരന് സംശയം തോന്നുന്നു. കാരണം മുമ്പ് ഈ വിജു വർക്ക് ചെയ്തത് മീനാക്ഷിപുരം പോലീസിലാണ്. അവിടെ വെച്ച് ഇയാൾക്കെതിരെ, ഈ സുബ്ബയ്യനെതിരെ അവിടെ ഒരു കേസുണ്ട്. അത് ഭാര്യ നൽകിയ ഗാർഹിക പീഡനത്തിന്റെ പരാതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇയാളെ അറിയാം. അതുകൊണ്ട് തന്നെ സംശയം തോന്നുകയും ഇയാളെ പിടിച്ചു വെക്കുകയും പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാൾ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്ത്രീയെ വലിച്ചു കൊണ്ടുപോകുന്നത് ഉൾപ്പെടെ കണ്ട ആളുകളുടെ ദൃക്സാക്ഷി മൊഴികളും പോലീസിന് ലഭിച്ചു. കൂടാതെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നത്. ഇന്ന് തന്നെ ഇയാളുമായി തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏതാണെങ്കിലും വലിയ ക്രൂരമായ കുറ്റകൃത്യമാണ് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. മുമ്പ് ഒരു ആശുപത്രി തകർത്ത കേസിലും ഇയാൾ പ്രതിയാണ്. അത്തരത്തിൽ ഈ പാലക്കാട് ടൗണുമായി ബന്ധപ്പെട്ട ആക്രിപിറക്കെയാണ് ഇപ്പോൾ ഇയാൾ ജീവിക്കുന്നത്. അത്തരത്തിൽ അതിനിടയിലാണ് ഇവരെ കാണുന്നതും ഈ 46 വയസ്സായിട്ടുള്ള അലഞ്ഞു കിടക്കുന്ന സ്ത്രീയെ കാണുന്നതും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് മനസ്സിലാക്കുകയാണ് ഇയാളെ, ഈ സ്ത്രീയെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി വലിയ തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തത്. നഗരത്തിന്റെ മധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പീഡനം നടന്നതെന്നുള്ളത് കൂടുതൽ ഞെട്ടലുളവാക്കുന്നതാണ്. അതിനുശേഷം രക്ഷപ്പെടാനായി ആശുപത്രിയിൽ എത്തിച്ച അയാളുടെ ബുദ്ധി അതും എടുത്തു കാണേണ്ടതാണ്. ഏതാണെങ്കിലും പോലീസ് ഇയാളെ വിശദമായി ശാസ്ത്രീയമായി തന്നെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ഈ സ്ത്രീക്ക് ആകമാനം ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ശരീരത്തിലാകെയുള്ളത്. വാരിയലിന് പൊട്ടലുണ്ട്, അതുപോലെ തന്നെ നട്ടലിന് ക്ഷതമേറ്റിട്ടുണ്ട്. ശരീരത്തിലെ ആന്തരികങ്ങൾക്കൊക്കെ ക്ഷതമേൽക്കുന്ന സാഹചര്യമുണ്ട്. അത്രത്തോളം ക്രൂരമായ പീഡനമാണ് ഈ സ്ത്രീ കേൾക്കേണ്ടി വന്നതെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുതന്നെയാണ് പറയുന്നത്. അങ്ങനെ വളരെ ക്രൂരമായി ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ ശേഷം അയാൾ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. എന്താണെങ്കിലും പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം, കൂടുതൽ തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷമുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് വിശദമായി തന്നെ കടക്കുകയാണ്. പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.